അപ്പോൾ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് ഫോർവേഡ് ചെയ്യാതെ അടിച്ച് കളയാതെ അത് മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതേ ഒരുപാട് പേരുടെ സംശയങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ്. അപ്പോൾ കുറേ പേരായി നമ്മളോട് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടായാലും അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴായാലും നമ്മളോട് ചോദിക്കുന്നുണ്ട്, നമ്മളുടെ യൂട്യൂബ് ചാനൽ വഴി നമുക്ക് പൈസ കിട്ടിയോ, എത്ര രൂപ കിട്ടി, എങ്ങനെയൊക്കെയാണെന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ എന്നാ വിചാരിച്ചു എല്ലാവരോടും ഒരു വീഡിയോ ആയിട്ട് എല്ലാവരും ഇത് വിവരം പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കട്ടെ, നമ്മളുടെ ചാനൽ നമ്മൾ എന്നാ തുടങ്ങിയത്? ചാനൽ തുടങ്ങിയത് ഏകദേശം ഒരു കൊല്ലം മുന്നേ ഞങ്ങൾ ഗൾഫിലായിരുന്ന സമയത്താണ് തുടങ്ങിയത്. അന്ന് നമ്മളെ സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ട് ഒരു ഗെയിം ചലഞ്ച് പോലത്തെ തുടങ്ങി. അങ്ങനെയാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം ഒരു കൊല്ലത്തോളമായി. അപ്പം അന്ന് തുടങ്ങിയപ്പോൾ ഏതെങ്കിലും വീഡിയോസ് മില്യൺ വ്യൂസ് എന്തെങ്കിലും ആയോ? അന്ന് നമ്മളെ സ്റ്റാർട്ട് ചെയ്തത് ഗെയിം ചലഞ്ച് പോലത്തെ നമ്മൾ അവിടുത്തെ സുഹൃത്തുക്കളെ കൂടിയിട്ട് ഗെയിം ചലഞ്ച് പോലത്തെ വെച്ചത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ 3 പേര്, ഞാനും അവരും കുട്ടിയും കൂട്ടിയിട്ടുള്ള അങ്ങനെ ഒരു വീഡിയോ എടുക്കാറുണ്ടായിരുന്നു കൂട്ടത്തിൽ. അപ്പോൾ അതിലൊരു വീഡിയോ നമ്മൾ ഏകദേശം 2.8 മില്യൺ വ്യൂസോളം എത്തി. അതിൽ തന്നെ നമുക്ക് ഒരു അത്യാവശ്യം വ്യൂസ് അതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എത്ര നാളുണ്ടായിരുന്നു? അത് ഈ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടത് 3 മില്യൺ വ്യൂസാണ്. നമുക്ക് ഇതിൻ്റെ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സും ഷോർട്സിലിട്ട് 500 സബ്സ്ക്രൈബേഴ്സും പിന്നെ 3 മില്യൺ വ്യൂസും ആയിരുന്നു അതിന് വേണ്ടിയിരുന്നത്. നമ്മളന്ന് നമ്മളെ വീഡിയോസൊക്കെ കൂടി 2.9 എത്തി, 9 സംതിങ് ആയി. പക്ഷെ അപ്പത്തിന് പിന്നെ അവർ നാട്ടിലേക്ക് പോകുന്നു. അപ്പോൾ പിന്നെ അത് അവിടെ വെച്ച് നിന്നു. ഓക്കെ. അപ്പോൾ ഇപ്പോഴും വീഡിയോസ് ഇടുന്നത് ചാനൽ സെയിം തന്നെ അല്ലേ? അതെ, ചാനൽ സെയിം തന്നെ. ഞാനിപ്പോൾ എന്നിട്ട് ലേറ്റസ്റ്റ് ഇപ്പോൾ മാർച്ച് ഒരു 10-ാം തീയതി കൂടി നാട്ടിൽ വന്നു. പിന്നെ വീണ്ടും ഞാനൊരു മാർച്ച് പകുതിയിൽ വീണ്ടും ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം അന്ന് നമ്മൾ 2.89 മില്യൺ വ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് 90 ഡേയ്സിൻ്റെ ഉള്ളിലാണ് അത് കവറേജ് വരേണ്ടത്. അപ്പോൾ ആ 90 ഡേയ്സ് ഇപ്പോൾ ഓൾറെഡി എക്സ്പയർ ആയി പോയി. അത് അന്ന് എടുത്തൊരു കൊല്ലം മുന്നേ. അപ്പോൾ ആ 90 ഡേയ്സിൽ അത് അതിൻ്റെ വാലിഡിറ്റി നഷ്ടപ്പെട്ടു. അപ്പോൾ പുതുതായിട്ട് പിന്നെയും 90 ഡേയ്സ് ആരംഭിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കുന്നതാണ്, 90 ഡേയ്സ് നമ്മളെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ഇതിൻ്റെ ഉള്ളിലായിരിക്കും നമുക്ക് ആ 3 മില്യൺ വ്യൂസ് കിട്ടുന്നത്. അപ്പോൾ നമ്മളുമായി ഒരു മാർച്ച് 15 ഞാൻ വീഡിയോ ഇട്ടു. ഏപ്രിൽ 15, മെയ് 15 കൂടിയിട്ട് നമ്മളെ അത് 3 മില്യൺ വ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇപ്പട്ടതില് ഏതെങ്കിലും വീഡിയോസ് മില്യൺ വ്യൂസ് ആവോ? ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഇട്ട വീഡിയോയില് അന്നത്തെ കംപ്ലീറ്റ് വീഡിയോ 2.9 മില്യൺ വീഡിയോ അതൊക്കെ നമ്മൾ മറന്നോ, അതൊന്നും നമ്മളിതിൽ കൂട്ടില്ല. രണ്ടാമത് നമ്മൾ പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യില്ല. സെയിം ചാനൽ തന്നെ നമ്മൾ ഒരു മാർച്ച് പകുതിയിൽ തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ, ഞാൻ 15 തീയതി തുടങ്ങിയിട്ട് നമുക്കൊരു വീഡിയോ അതേപോലെ 2 മില്യൺ വന്നു. പിന്നെ മറ്റുള്ള വീഡിയോകളൊക്കെ കുറച്ച് ചെയ്തിട്ട് നമുക്കൊരു മെയ് പകുതിയിലാവുമ്പോൾ നമുക്ക് ഒരു 4-5 മില്യണോളം ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് 2 വീഡിയോ അല്ലേ നമുക്ക് മെയിനായിട്ട് മില്യൺ വ്യൂസ് വന്നത്? നമുക്ക് മെയിനായിട്ട് ഒരു വീഡിയോ നമ്മൾ ഒരു വണ്ടി കച്ചവടക്കാരനായിട്ട് വന്നിട്ട് നിങ്ങളൊരു വീഡിയോ അത് 2 മില്യൺ ഉണ്ടായിരുന്നു. പിന്നെ ഒരു വീഡിയോ മാങ്ങ പൊട്ടിക്കാരനായി വന്നിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അതൊരു 4 മില്യണോളം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ യൂട്യൂബ് പറഞ്ഞിട്ടുള്ള 500 സബ്സ്ക്രൈബേഴ്സിൻ്റെ എന്നുള്ള അത് നമ്മൾ കവറേജ് നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. ഇതും കൂടി വന്നപ്പോൾ നമുക്ക് കിട്ടി. ഓരോ വീഡിയോയ്ക്കും നമുക്ക് 10, 20, 30 സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കയറി വരും. ചിലപ്പോൾ നമുക്ക് മില്യൺ വ്യൂസ് വരുമ്പോൾ നമുക്ക് 2000-2500 സബ്സ്ക്രൈബേഴ്സുകൾ വരും. അപ്പോൾ അവർ പറഞ്ഞ ക്രൈറ്റീരിയ നമ്മൾ ആദ്യത്തെ ഒരു പോളിസി യൂട്യൂബിൻ്റെ അതാണ് 3 മില്യൺ വ്യൂസ് 90 ഡേയ്സിൽ. അത് നമുക്ക് ഓൾറെഡി നമ്മൾ മെയ് ഒരു 10 കൂടി എനിക്കത് ക്രൈറ്റീരിയ നമുക്ക് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി നമുക്കിപ്പോ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? ഇപ്പൊ നമുക്ക് 10,000 ചില്ലാനം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇപ്പോൾ യൂട്യൂബിന്റെ പകുതി ഇത് യൂട്യൂബ് സ്റ്റുഡിയോ നമ്മൾ നോക്കിയാൽ അറിയാം. നമുക്ക് 3 മില്യൺ വ്യൂസിന്റെ ഒരു ക്രൈറ്റീരിയ 10 മില്യൺ വ്യൂസിന്റെ ഒരു ക്രൈറ്റീരിയ ആണ്. അപ്പോൾ നമ്മൾ ആ 3 മില്യൺ വ്യൂസിന്റെ ക്രൈറ്റീരിയ കഴിഞ്ഞിട്ട് മെയ് 20 കൂടിയിട്ട് എനിക്കൊരു മെയിൽ വന്നു. അപ്പോൾ ആ ഒരു മെയിൽ വരും നമുക്ക് യൂട്യൂബ് പ്രോഗ്രാം പാർട്ണർ വന്നിട്ട് YPP എന്ന് വന്നിട്ട്. അപ്പോൾ അത് മെയിൽ വരും. നമ്മൾ പിന്നെ ഇത് നമ്മൾ പറഞ്ഞില്ലേ, ഞാൻ ഈ ക്രൈറ്റീരിയ നമ്മൾ ഓൾറെഡി എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ആ സാധനം നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ അപ്രത്യക്ഷമായി പോകും. പിന്നത്തെ ഓപ്ഷൻ പറഞ്ഞത് നമുക്ക് രണ്ടാമത്തെ 10 മില്യൺ വ്യൂസ് ആണ്. പിന്നെ നമ്മൾ അതാണ് ശ്രദ്ധിക്കേണ്ടല്ലോ. അത് നമ്മൾ ഓൾറെഡി നമ്മളത് എത്തിക്കഴിഞ്ഞാൽ അത് അതിന് മാഞ്ഞു പോകും. അപ്പോൾ നമുക്ക് മെയിൽ വരും, നിങ്ങൾ ഇതിന് എലിജിബിൾ ആയി എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു മെയിൽ വരും. നമ്മൾ വേറെ എവിടെ തപ്പയും വേണ്ട, വേറെ ഒന്നും അന്വേഷിക്കാൻ വേണ്ട. മെയിൽ വരുമ്പോൾ നമ്മളതിൽ സ്റ്റാർട്ട് പ്രോഗ്രാം വന്നിട്ട് ഒരു വരും, ഒരു ലിങ്ക് പോലത്തെ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോകും. നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ഒക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മോണിറ്റൈസേഷൻ ആവുക.
ഇത് നമ്മൾ 3 മില്യൺ വ്യൂസ് എത്തി കഴിഞ്ഞാൽ ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് യൂട്യൂബിന് മെയിൽ വരും. അപ്പോൾ നമുക്ക് ഈ ഹാഫ് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ താങ്ക്സ് പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്യാൻ പറ്റും. സൂപ്പർ താങ്ക്സ് ആർക്കെങ്കിലും പേയ്മെന്റ് തരണമെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് തരാൻ പറ്റും. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉള്ളൂ. സത്യത്തിൽ ഹാഫ് മോണിറ്റൈസേഷൻ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. ശരിക്കും ഉപകാരം കിട്ടണമെന്നില്ല, എന്തെങ്കിലും പേയ്മെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫുൾ മോണിറ്റൈസേഷൻ ആവണം. അതിന് 10 മില്യൺ വ്യൂസും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് വീഡിയോ ചെയ്യണതിൽ ഏറ്റവും നല്ലത്. കാരണം നമുക്ക് 4000 വാച്ച് അവേഴ്സ് ഒരു കൊല്ലത്തിൽ എത്തിയാൽ മതി, മനസ്സിലായി. അപ്പോൾ 4000 വാച്ച് അവേഴ്സ് ഒരു കൊല്ലത്തിൽ എത്തിയാൽ മതി നമുക്ക്. അപ്പോൾ അത് ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. ഷോർട്സിൽ ഇടുമ്പോൾ എന്താ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് കിട്ടും, വ്യൂസും ഇങ്ങനെ കിട്ടും. കുറേ വീഡിയോകൾ ഇടുമ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇടും. ലോങ് വീഡിയോ നമുക്ക് അധികം വീഡിയോകൾ ഇടാൻ പറ്റില്ല, കുറച്ച് വീഡിയോകൾ ഇടാൻ പറ്റില്ല. പക്ഷേ നമുക്ക് അവർ പറയണ 4000 വാച്ചിങ് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും പറ്റുകയും ചെയ്യും. അപ്പോൾ ഇനിയുള്ളൊരു ലോങ് വീഡിയോ പരമാവധി ഇടാൻ ശ്രദ്ധിക്കുക. കാരണം വാച്ചിങ് അവേഴ്സ് കൂടി കിട്ടും. അപ്പോൾ നിങ്ങൾ ഷോർട്സ് ഇടുക, അപ്പോൾ സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാവും കൂടുകയും ചെയ്യും. അപ്പോൾ യൂട്യൂബിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഷോർട്ട് വീഡിയോക്കും ലോങ് വീഡിയോക്കും രണ്ടാണോ? രണ്ടാണ്. അതല്ല ഞാൻ പറഞ്ഞത്. 10 മില്യൺ വ്യൂസ് നമുക്ക് 90 ഡേയ്സിൽ കിട്ടണം. 90 ഷോർട്ട് വീഡിയോ 90 ഡേയ്സിൽ. അത് 90 ഡേയ്സ് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഏപ്രിൽ 1 തീയതി വീഡിയോ ഇട്ടു. ഏപ്രിൽ കഴിഞ്ഞ ഏപ്രിൽ 30 കഴിഞ്ഞാൽ മെയ് 30 ജൂൺ 30. ഈ 90 ഡേയ്സിൽ നമുക്ക് 10 മില്യൺ വ്യൂസ് ഉണ്ടാവണം. ഇപ്പോൾ ആ 90 ഡേയ്സ് കഴിഞ്ഞെന്ന് വെച്ചാൽ ഏപ്രിൽ 1 തീയതി ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ നീങ്ങിയിട്ട് ഏപ്രിൽ 2 തീയതി ഏപ്രിൽ 3 തീയതി അതിനനുസരിച്ച് അവിടെ കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നമ്മളെ വ്യൂസ് 1 തീയതി ഇട്ട വീഡിയോയിൽ എത്ര വ്യൂസ് ഉണ്ട് അതൊക്കെ മൈനസ് ആയി പോകും. അപ്പോൾ ഈ 90 ഡേയ്സ് പാക്കേജ് അതിൽ നമ്മൾ 10 മില്യൺ വ്യൂസ് എത്തണം. അതാണ് മെയിൻ പോയിന്റ്. അപ്പോ പേയ്മെന്റ് കിട്ടാന് 2 ക്രൈറ്റീരിയ അല്ലേ? അതിലിപ്പോ ഹാഫ് മോണിറ്റൈസേഷൻ ആയി. അപ്പൊ നമുക്കിപ്പോ പേയ്മെന്റ് കിട്ടിയോ ഇല്ലയോ? നിലവിൽ ഹാഫ് മോണിറ്റൈസേഷൻ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല, നമുക്ക് ഇല്ല. ഫുൾ മോണിറ്റൈസേഷൻ ആവണം. അതിന്റെ ക്രൈറ്റീരിയ നമ്മൾ എത്തിപ്പെട്ടിട്ടില്ല. ഇപ്പൊ മെയ് 2 ഞാൻ പറഞ്ഞില്ലേ, 20 കൂടിയിട്ട് നമ്മൾ ഹാഫ് മോണിറ്റൈസേഷൻ ഓക്കെ ആയി. ഇപ്പൊ നമ്മള് 10 മില്യൺ വ്യൂസിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് എത്തിയിട്ടില്ല. അങ്ങനെ ഒരു 7 മില്യൺ ഒക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ടോട്ടല്. അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മോണിറ്റൈസേഷൻ കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വരുമാനം കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പം അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കണമാണ്. ഇതിപ്പോൾ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളും ഫാമിലീസും അതുപോലെ തന്നെ ഫോളോവേഴ്സ് ആണെങ്കിലും നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നിലവിൽ നമുക്കൊരു വരുമാനം ഇല്ല. അപ്പോൾ ഇത് കഴിഞ്ഞെങ്കിൽ ഇനിയൊരു വരുമാനം നമുക്ക് ഉണ്ടാവുള്ളൂ. 10 മില്യൺ വ്യൂസ് കഴിഞ്ഞാൽ 90 ഡേയ്സിൽ. അപ്പോൾ അതിന് ഇനി കുറച്ച് ഒരു മാസം കൂടി സമയമുണ്ട്. അപ്പോൾ എങ്കിലും എത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അറിയാൻ വേണ്ടിയിട്ടാണ്. നിലവിൽ നമുക്കൊരു വരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ യൂട്യൂബ് ഇന്നത്തെ ഇതിലും ചിലപ്പോൾ യൂട്യൂബിലെ ഈ ജൂലൈ 15 മുതൽ യൂട്യൂബ് പുതിയ അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. എന്തോ ആയിക്കോട്ടെ, നമ്മളെ ശരിയായ രീതിയിൽ വീഡിയോ എടുക്കുക, ഇടുക. ഒരുപാട് പൈസ ചിലവാക്കിയിട്ടൊന്നും തുറക്കാൻ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം നമ്മളൊക്കെ സാധാ ഫോണിലാണ് എടുക്കുന്നത്, ഐഫോണോ മറ്റൊന്നുമില്ല. സാധാ ചെറിയ എമൗണ്ടുള്ള സ്പീക്കറും ഒരു സ്റ്റാൻഡൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമൊക്കെ തന്നെയാണ് തുടങ്ങുക. അപ്പോൾ നമ്മൾ കോപ്പി അടിക്കേണ്ട ഇത് പറഞ്ഞാൽ നല്ല കണ്ടന്റ് കഴിഞ്ഞാൽ ആരും ആ കണ്ടന്റ് കോപ്പി എടുത്തിട്ട് നമ്മൾ അനുകരിച്ച് ചെയ്യാൻ പറ്റും. അതിപ്പോൾ എല്ലാവരും സിനിമയുടെ ഡയലോഗുകളും ഇതൊക്കെ നമ്മൾ എത്ര വട്ടം എല്ലാവരും പലരും ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും കാര്യമില്ല. പലരും അത് ചെയ്യുന്നു, സ്വന്തമായിട്ടുള്ളത് സ്വന്തമായിട്ട് ചെയ്യുന്നു. നല്ല കണ്ടന്റ് ആണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് കിട്ടുമ്പോൾ അതും നമ്മൾ ചെയ്യുന്നു. അതിലൊന്നും തെറ്റില്ല. ഒരാള് കണ്ടന്റിന്റെ അടിയിൽ ഒരാൾ വെറുതെ വന്നിരുന്നിട്ട് ഇങ്ങനെ അത് കാണിക്കുന്നത് അതൊന്നും യൂട്യൂബ് അംഗീകരിക്കില്ല. അതിനാണ് ഇപ്പോൾ പുതിയ അപ്ഡേഷൻസ് വന്നുള്ളത്. അപ്പോൾ അതൊന്നും ഒരു വിഷയമാക്കണ്ട. നമ്മളേതായ ഇതുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പോ ഒരുവിധം സംശയങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണം അല്ലേ? ഒരുവിധം സംശയങ്ങൾ ഇവർക്കും മാറിയിട്ടുണ്ട്, നിങ്ങൾക്കും മാറിയിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ മെസ്സേജ് അയച്ച് ചോദിച്ചോ. നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും.